ഹായ്, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു കേട്ടോ നിങ്ങളോട്. നിങ്ങൾക്ക് നല്ലത് വരുമ്പോൾ ചീത്തത് വരുമ്പോൾ നിങ്ങളുടെ കൂടെ എത്ര പേര് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? അറിയോ? പിന്നെ നമ്മൾ നശിക്കണം, നമ്മളെ കൊണ്ട് നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നുണ്ടാവും, എന്നിട്ടും നമ്മളെ കാണുമ്പോൾ അവർ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നമ്മളങ്ങോട്ട് മയക്കി വീഴ്ത്തി ഇരിക്കും. എന്നിട്ട് നമ്മളെ കാണാതെ അവർ നമ്മളങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മളെ പറ്റി മറ്റുള്ളവരോടും കുറ്റം പറയും. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. പിന്നെ നമ്മൾ നന്നാവുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പം അവർ വിചാരിക്കും, അവളെങ്ങനെ നന്നാവണ്ട, ഞാൻ നന്നായില്ലല്ലോ, പിന്നെ അവളെന്തിനാ നന്നാവണേ എന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ടോ? പിന്നെ എന്താ ചെയ്യുക? പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെ ശത്രുക്കൾ, അല്ലാതെ ആണുങ്ങളല്ല. ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിൻ്റെ ശത്രു. ചില പെണ്ണുങ്ങൾക്ക് 1, 3, 4, 10 ശത്രുക്കൾ കാണും. പെണ്ണുങ്ങൾ, ആണുങ്ങൾ ഉണ്ടാവില്ല എന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ നന്നായാലും, നമ്മൾ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടാലോ, നമ്മൾ നന്നായി ഒരുങ്ങി നടന്നാലോ ഒക്കറ്റിനും നമ്മളെ കാണുമ്പോൾ നല്ലത് പറയും. എന്നിട്ട് നമ്മൾ മാറി നമ്മൾ തിരിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ചിലർ പറയുന്നത് മനസ്സിലായിരിക്കും. നമ്മളെ കാണുമ്പോൾ ഹായ് അടിപൊളി, സുന്ദരിയാണ്, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ അവർ മനസ്സിലിങ്ങനെ പറയും. ചിലർ നമ്മളെ ചിരിച്ചു മയക്കി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ മനസ്സിൽ പറയും, എന്താ അവൾ അഹങ്കാരം, ഇവൾക്കൊന്നും വേറെ പണിയില്ലേ, ഇവളൊക്കെ എന്തിങ്ങനെ നടക്കുന്നത്, ഇവൾക്കൊക്കെ ഒന്ന് നന്നായിട്ട് നടന്നൂടെ എന്ന് പറയും. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് എനർജി പറയുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. മഹാശല്യങ്ങളാണ് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും പക്ഷെ അവർ പോകത്തില്ല. അതാണ് അതിൻ്റെ രസം. അതുകൊണ്ട് മാക്സിമം ഈ കുറ്റം പറയുന്ന ആൾക്കാരെ നമ്മൾ മാക്സിമം ഒഴിവായി പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് നല്ലത് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർ നന്നാവണം, അവരെ മക്കൾ നന്നാവണം, അവരെ ആൾക്കാർ നന്നാവണം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെയുണ്ടോ? പിന്നെ